ഹലോ ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നേരെ പല്ല് തക്കാള ബ്രഷ് വെച്ചുകൊണ്ട് നേരെ ഇറങ്ങുന്നത് നമ്മുടെ പെറ്റ്സിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ വൈഫ് രാവിലെ തന്നെ നമ്മൾ താറാവുകൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കോഴികളെയും കൂടെ നമ്മൾ തുറന്നു വിടണം. കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ടുള്ള നമുക്ക് 2 കോഴികൾ മാത്രമാണ്. പിന്നെ ഉള്ളത് 5 നാടൻ കോഴിക്കുഞ്ഞുങ്ങളും പിന്നെ നമുക്ക് 4 മറ്റേ കളർ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അത് ഇക്രു വെള്ളം വെച്ചിട്ട് മേടിച്ചാണ് 4 കളർ കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഇറച്ചിക്കോഴിയാണ്. കളർ ഡിഫറൻസ് കാരണം നമ്മൾ വീട്ടിൽ കൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ അടുത്തത് ഈ ബ്ലാക്ക് കാണുന്നതാണ് കരിങ്കോഴിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തതാണ്. കറക്റ്റ് പ്യൂറാണോ എന്നറിയില്ല. അടുത്തായിട്ട് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ റെഡിൻ്റെ ഹൈഡോർസൽ ഗപ്പീസാണ്. നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കൂടെ നമ്മുടെ ഇക്രുവും കൂടെ ചാടിയിട്ടുണ്ട്. അതുപോലെ ഇത് എമറാൾഡ് ഗ്രീൻ്റെ പേരാണ് ഈ കിടക്കുന്നത്. അതും നമുക്ക് ബ്രൂഡായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ എടുത്തിരിക്കുന്നതാണ്. വെറുതെ ഒരു ഹോബിക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് കുറച്ച് ഹൈബ്രിഡ് ഗപ്പീസ് നമ്മൾ മിക്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിടക്കുന്ന മിക്സഡ് ഗപ്പീസാണ് ഈ മീൻ ബോക്സിൽ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ അതിനെയൊക്കെ നമുക്ക് വരുന്ന നമ്മുടെ കസിൻസിനും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ പിടിച്ചു കൊടുത്ത് ഇപ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. എങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസായിരുന്നു മിക്സഡ് ആണെങ്കിലും. നമ്മളെല്ലാവർക്കും കൊടുക്കുന്നത് മൊയിന തന്നെയാണ്. കൂടുതലും ലൈഫ് ഫീഡായിട്ട് കൊടുക്കുന്ന മൊയിനയും അതുപോലെ തന്നെ നമ്മുടെ കൂത്താടിയും കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. കൂത്താടി നമ്മൾ തന്നെ വാഴയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമ്മൾ കുറേ കൂത്താടി ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഫാമിൽ തന്നെ. അങ്ങനെ അവർക്ക് നമ്മൾ കൂടുതലും ഇതാണ് കൊടുക്കുന്നത്. നമ്മൾ പെല്ലറ്റ് ഫീഡ് ഇതുവരെ കൊടുത്തിട്ടില്ല ഇവർക്ക് ആർക്കും. ഇവർക്കെന്നല്ല നമ്മൾ നമ്മുടെ ഒരു മീനുകൾക്കും പെല്ലറ്റ് ഫീഡ് കൊടുക്കാറില്ല. ഒന്നല്ലെങ്കിൽ ലൈഫ് ഫീഡ്, അതായത് പുലിവാഹ അതുപോലുള്ള മീനുകൾക്ക് ലൈഫ് ഫീഡ്. ഇവർക്ക് നമ്മൾ മൊയിന തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് നമ്മൾ കുറച്ച് ഒരു മാസം ആവുന്നേ ഉള്ളൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടൊരു 10-12ഓളം പ്ലാറ്റീസ് വെറുതെ നമ്മളൊരു കൗതുകത്തിൻ്റെ പുറത്ത് മേടിച്ചുകൊണ്ട് ഇട്ട് ചുമ്മാ ബ്രീഡിങ്ങിനായിട്ട് സെറ്റപ്പാക്കി ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ നമുക്ക് നിറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. ഒരു 3-4 ഗപ്പീസ് പ്ലാറ്റീസ് ബ്രീഡായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതിനകത്തേക്ക് കിടപ്പുണ്ട്. നല്ല ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മളൊരു പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുന്ന നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒന്നല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ബോക്സോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പടുതാക്കളോ എന്തെങ്കിലും ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ആയി. ഇതിലപ്പോൾ ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം സൈസ് വെക്കത്തില്ല, വളരത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഉടനെ യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിരിക്കുക. അതുപോലെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഫൈറ്റർ മെയിലും ഫൈറ്റർ ഫീമെയിലുമാണ്. പക്ഷേ രണ്ട് സ്ഥലത്തു നിന്നാണ് നമ്മൾ മേടിച്ചത്. ആദ്യം നമ്മളൊരു മെയിലെടുത്തു. സെയിം കളറിൽ സെയിം പാറ്റേണിൽ നമുക്കൊരു ഫീമെയിൽ കിട്ടിയപ്പോൾ നമ്മൾ അടുത്ത ആ ഫീമെയിലും എടുത്തതാണ്. ഇവർ നല്ല ആക്റ്റീവാണ്. നല്ല നമ്മൾ ലൈഫ് ഫുഡൊക്കെ കൊടുത്ത് ഇവർ നമ്മളൊന്ന് കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഫീമെയിൽ അധികം എഗ്ഗായിട്ടൊന്നുമില്ല. ഫുള്ളൊന്ന് എഗ്ഗ് ലോഡാകുമ്പോഴത്തേക്കും നമ്മൾ ഇവരെയും ബ്രീഡ് ചെയ്യാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൻ്റെ അപ്ഡേഷനായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഇത് നമ്മുടെ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഒരു 3 ഇഞ്ച് 2.5 ഇഞ്ച് സൈസുള്ള ചെറിയ കുഞ്ഞുങ്ങൾ നമ്മളൊരു എടുത്താണ്. കുറച്ചാളായി നമ്മുടെ കിടക്കുന്നത്. നമ്മൾ ഇവർക്കിപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന മത്തിയുടെ ചെറിയ പീസ് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. 4 പീസായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു കോപ്പർ ചത്തുപോയിട്ടുണ്ട്. എന്ത് സംഭവിച്ചാണെന്നറിയില്ല. അപ്പോൾ ഇതിലിപ്പോൾ 2 ആൽബിനോ റെഡും ഒരു കോപ്പറുമാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്തൊരു കോപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് കളർ പടുത ആയതുകൊണ്ട് കോപ്പറിന് അധികം ശ്രദ്ധിക്കത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ പുലിവാഹയും അതുപോലെ ആൽബിനോ ക്യാറ്റ് ഫിഷ്, പിന്നെ ഒരു 5 ഇഞ്ച് പ്ലസ് ഉള്ള 2 ഓസ്കാർ ഒക്കെ കിടക്കുന്ന ഒരു ടാങ്കാണിത്. ഇവർക്ക് നമ്മൾ കൂടുതൽ ലൈഫ് ഫീഡായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള തോട്ടിൽ നിന്ന് കുടുക്കിട്ട് പിടിച്ചിട്ടായിരുന്നു നമ്മൾ ലൈഫ് ഫീഡ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ ലൈഫ് ഫീഡിന് വേണ്ടി കുടുക്കിട്ട് വെച്ചിട്ട് വള്ളി കെട്ടിയിടാൻ മറന്നു കുടുക്കിൻ്റെ. അപ്പോൾ അന്ന് രാത്രി ചെറുതായിട്ടൊരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ തോട്ടിൽ ചെറിയ മഴയ്ക്ക് തന്നെ പറമ്പിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ വെള്ളം തള്ളുന്നതാണ്. അങ്ങനെ ഒഴുകിപ്പോയി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയി നോക്കിയപ്പോൾ ഇല്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയി രാവിലെ തന്നെ മത്തി മേടിച്ചുകൊണ്ട് വന്ന് 2 ദിവസമായിട്ട് ഇപ്പോൾ മത്തിയാണ് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നുണ്ട്. നമ്മളിതുപോലെ ലൈഫ് ഫീഡ് അല്ലാതെ ഇവർക്ക് കൊടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ മത്തിയാണെങ്കിലും കണ്ടിച്ചിട്ട് കൊടുത്താൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഫീഡ് എടുക്കുന്നുണ്ട്. നമ്മൾ ആ കൊടുക്കുമ്പോൾ എടുത്തില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വന്നിട്ടാണെങ്കിലും അവർ കഴിക്കുന്നുണ്ട്. പുലിവായ്ക്കായിരുന്നു ഇച്ചിരി മടിയുണ്ടായിരുന്നു, എങ്കിലും പ്രശ്നമില്ലാത്ത രീതിയിലെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത നേരെ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു ഒരു റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്. നമ്മൾ കോട്ടയം പോയി എടുക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. കാണാത്തവർ
നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അവന് ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയപ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചത് അവനൊരു മൂലയ്ക്ക് പോയി ഒരു സാഡായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നിയത്. കാരണം ഒരു ആക്റ്റീവല്ല. നമ്മൾ ആ ബോക്സിലൊന്ന് കൊട്ടുമ്പോഴാണ് പുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും പിടിക്കുന്നതൊക്കെ. അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് തന്നെ കിടക്കുവാണ് എപ്പോഴും. നമ്മളെപ്പോൾ നോക്കിയാലും ആ ഒരു മൂലയ്ക്കാണ്. അപ്പോൾ നമ്മൾ അവനൊരു പ്രതിവിധിയായിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ പുലിവാഴയോടെ കിടക്കുന്ന ടാങ്കിൽ നമ്മൾ ഓസ്കാറിനെ പിടിച്ചിടാൻ പോകണം. അപ്പോൾ പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ടാങ്കിൽ കുറച്ച് വെള്ളം വറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ 2 ഓസ്കാറിനോടെ പിടിച്ചിട്ട്, അതായത് നമ്മുടെ ഈ ആൽബിനോന് ഒരു കോപ്പറുമാണ് കിടക്കുന്നത്. ഈ 2 ഓസ്കാറാണ് അവരോട് കിടക്കുന്നത്. അപ്പോൾ ഇവരെ 2 പേരെ നമ്മൾ പിടിച്ചെടുത്തിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ കൊണ്ട് നമ്മുടെ റെട്ടൈലിൻ്റെ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോവാണ് ഒരു കൂട്ടിന് വേണ്ടി. ഒറ്റയ്ക്കായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, പുള്ളിക്കൊരു വിഷമം. അപ്പം ആ വിഷമം മാറിക്കോട്ടെ എന്നോർത്ത് നമ്മൾ 2 ഓസ്കാറിനോടെ പിടിച്ച് കൂട്ടിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നോക്കി പ്രശ്നമൊന്നുമില്ല. കുറച്ച് നേരം നമ്മൾ നോക്കി നിന്ന് അറ്റാക്കിങ് ടെൻഡൻസി എല്ലാം കാണിക്കുന്നുണ്ടോയെന്ന്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അവരെ അങ്ങനെ തന്നെ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മൾ നെറ്റൊക്കെ ഇട്ട് മൂടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മീനുകളുടെയും കോഴിയുടെയും താറാവിൻ്റെയൊക്കെ അപ്ഡേഷൻസ് വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കണോടെ ഒന്ന് അമർത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയുടെ പോരായ്മകളെല്ലാം നമ്മുടെ വീഡിയോയിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മളെല്ലാം സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഗുഡ് ബൈ.